ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മക്കൾസിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ നമ്മുടെ മേളകളെല്ലാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും അതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ രാവിലെ തന്നെ പറമ്പിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഒരുപാട് വാഴകളുണ്ട് കേട്ടോ. അപ്പോൾ വാഴൻ്റെ ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ലീഫാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എല്ലാ ഐറ്റംസും നമുക്ക് വേണം, സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ടീച്ചേഴ്സ്മാർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അവരെ പഠന ഭാഗമായിട്ട് വാഴ കൊണ്ട് എന്തെല്ലാം വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കാം, എന്തൊക്കെ വിഭവങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാഴ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വാഴ കൂമ്പൽ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് എന്തെല്ലാം നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കൂടിയുള്ളൊരു ബോധവൽക്കരണം കൂടിയാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രക്ഷിതാക്കളാണ് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത്. പിന്നെ കുറച്ച് വാഴത്തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉണ്ണിത്തണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ കുറച്ച് വാഴകളൊക്കെ വെട്ടേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ലീഫ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ലീഫ് ഒരു ഐഡിയക്ക് അനുസരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇളയ ലീഫാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലമായിട്ട് ഓർമ്മ വരുന്നത്, ഞങ്ങൾ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അവിടെ സ്കൂളിൽ ശാസ്ത്രമേളക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോഷകാഹാരങ്ങൾ കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ജില്ലയൊക്കെ പോയി എനിക്ക് അവിടെ നിന്നൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ദേവദാർ സ്കൂളിലായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം റെഡിയാക്കുമ്പോൾ കേട്ടോ. എന്താണെന്ന് പറയുക, എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പഠിക്കണ പോലെ കേട്ടോ. അങ്ങനെ ഇനി നമ്മുടെ ലീഫൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉണ്ണിത്തണ്ട് കേട്ടോ. നമ്മൾ വായൻ്റെ ഉള്ളിൽ വരുന്ന തണ്ടിനാണ് ഉണ്ണിത്തണ്ട് എന്ന് പറയൽ. അപ്പോൾ അത് മൂത്ത ടൈപ്പിലുള്ളത് എടുക്കിയത്, ഞാനിപ്പോൾ ഇളയ ടൈപ്പിൽ വരുന്നതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ചെറുതാക്കി അരിയണം. ഇത് ഞാനൊരു സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഞാനിപ്പോൾ നോക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് എനിക്ക് പറയണമെങ്കിൽ ഞാൻ 9ാം ക്ലാസ്സിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഐറ്റംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിനി ഈ വീഡിയോസിൻ്റെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മൻ്റെ എല്ലാ പണികളും എന്നെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേയൊക്കെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ലീഫായിട്ട് ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുക. ചെറുതായിട്ട് അരയണം. അപ്പോൾ ഞാനിങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഉമ്മനെ ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം ഉമ്മ വെറൈറ്റി ഫുഡൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നതൊക്കെ ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിൻ്റെ ശേഷമൊക്കെ ഒരുപാട് ഫുഡ് ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടമാണ്, ഇവിടെ ടേസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കി ഞാനൊരു 7 ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ജഡ്ജൊക്കെ വന്നിട്ട് അവർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജഡ്ജിമാർ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബനാന ലീഫ് കൊണ്ട് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബനാന ലീഫ് കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ആരും ഒന്നും വിചാരിക്കാത്ത ഒരു മോഡലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ഉണ്ണിത്തണ്ട് കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ വാഴക്കൂമ്പൽ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ഡെക്കറേഷൻ ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ സ്വീറ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിത്തണ്ട് നമ്മുടെ കുമ്പലിൻ്റെ ആ ഇതൊരു പോർഷനിലായിട്ട് വെച്ചിട്ടുള്ളത്. ആ ഇതളിലൊക്കെ ഉണ്ടാവും, ആ ഇതളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ആ ഡെക്കറേഷൻ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമ്മാനം കൊടുക്കുന്നത് ഞാൻ ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോ തന്നെ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് കിണത്തപ്പഴത്തിനൊരു ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ലീഫ് കൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല പുഡിങ് ഒക്കെ അല്ലേ. അപ്പോൾ ഇത് മക്കൾസൊക്കെ ഇവിടെ യോയോ ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു വിശേഷം കാണും. കുഴപ്പമില്ല, എന്താ ചുളിവിൽ തിന്നണേ കള്ളനെ കണ്ടെത്തിയിരിക്കണേ. എന്താണ് കള്ളൻ?
പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയതൊക്കെ കുട്ടികൾക്കും കൊടുത്തു. അവർ പാവല്ലേ, അവർക്കൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ വീണ്ടും ജഡ്ജസ്മാർ വന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ ജഡ്ജസ്മാർ നമ്മൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് എന്നുള്ളത് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഈ എല്ലാവർക്കും പുഡിങ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടമായി. പിന്നെ ഇതാണ് കേട്ടോ കേക്ക്. ഇങ്ങനെ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ സ്വീറ്റായിട്ട് വരുന്ന ഉണ്ണിത്തണ്ടിൻ്റെ. പിന്നെ കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് സംസാരിച്ചു കേട്ടോ. നമ്മൾ പ്രൈസിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു കേട്ടോ. അവിടെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ കണ്ട് കുറച്ച് സംസാരിച്ചു. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ ഒരു നിമിഷം മാഷാഅല്ലാഹ് വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഞാൻ കണ്ടിട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂൾ പ്രോഗ്രാമിലേക്ക് ഇതുപോലുള്ള എല്ലാ പ്രോഗ്രാമും നിങ്ങൾ പങ്കെടുക്കുക, അതൊന്നും മിസ്സാക്കാതെ ഇരിക്കുക കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെയുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റിൻ്റെയൊക്കെ ഓർമ്മകളാണ് വരാറ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അല്ലാതെ ഞാൻ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. സോങ്ങും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്കിതൊക്കെ ഓർമ്മ വരും കേട്ടോ. വളരെ സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു മൊമെൻറ്റ് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.